നമ്മളെ പായസം താത്ത വന്നിട്ടുണ്ടേ. എന്തായാലും നമുക്ക് നോക്കാം. കൃഷ്ണഭക്ത താത്തമാരി പായസം താത്ത. ഇത് ഞാൻ ആ നടക്കൽ വെച്ചിട്ട് പോരുകട്ടോ ചെയ്യാം. അപ്പൊ ഭയങ്കര സന്തോഷം എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയതും കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതും. കാരണം എന്റെ മക്കൾക്കൊക്കെ അത്രമേൽ ഇഷ്ടമാണ് ഈ പായസം. അതുപോലെ തന്നെയാണല്ലോ എന്റെ കണ്ണനും. എന്റെ മൂന്നാമത്തെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെ കണക്കാക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടോ. പായസം താത്ത പുതിയ ഉടായിപ്പ് വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. പായസം താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കൃഷ്ണഭക്ത താത്തി തന്നെ. അതായത് വേറെ ആരുമല്ല, ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി പുതിയ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴും ഞെട്ടിപ്പോയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ മഹതിയോട് പ്രണാമം പറയുകയാണ്. എന്താ കാരണം എന്നറിയാം. അതായത് നമ്മൾ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കണ്ടിട്ടില്ല. വീട്ടിൽ നിന്നും ചോറോ അല്ലെങ്കിൽ പായസമോ കെട്ടിയിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടു കൊടുക്കുന്ന പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അത് ഇവരെ മൂന്നാമത്തെ മോനാന്ന് പോലും കണ്ണൻ. അപ്പൊ കണ്ണന് പിന്നെ ഇവരെ അമ്മയല്ലാതെ വേറെ ആരാന്ന് പായസം കൊണ്ടു കൊടുക്കുക? അത് നിങ്ങളൊന്ന് പറ. അമ്മയല്ലേ ഉള്ളൂ പായസം കൊണ്ടു കൊടുക്കാൻ. അതുകൊണ്ടാണ് ജസ്നാമ്മ പായസം കൊണ്ടു കൊടുത്തതെന്നാ പറയുന്നത്. മൂന്നാമത്തെ മോന് ഇവിടെ രണ്ട് മക്കൾക്ക് പായസം കുടിക്കുമ്പോൾ എൻ്റെ മൂന്നാമത്തെ മോനിയുടെ പായസം കുടിക്കാതിരിക്കുമ്പോൾ എനിക്ക് വിഷമം. അങ്ങനെ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ട് കുറച്ച് പരിപ്പും കരളിയെല്ലാം മേടിച്ചിട്ട് പായസം വെച്ച് കൊണ്ടു കൊടുത്തത് എന്നാണ് ജസ്ന സലീം പറയുന്നത്. ഈ സ്ത്രീക്ക് വേറെ ഒരു ജോലിയില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവർക്ക് ഇനി ഭക്തി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ പോകുന്നത് പോലെ പോയിട്ട് തോതിട്ട് വന്നാൽ പോരെ. അല്ലാതെ എന്തിനാ ഇങ്ങനെ ഇതുപോലെയുള്ള പ്രകസനങ്ങൾ കാണിക്കുന്നത്? ഈ പ്രകസനം കൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരിത് മാത്രമാണ്, ഒരടവ് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരടവ്. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അമ്പലത്തിൽ പോകുന്നവരല്ലേ? നിങ്ങൾ ആരെങ്കിലും പിന്നെ വീട്ടിൽ നിന്നും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണോ കൊണ്ടുപോകുന്നത്? നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു പ്രസവിച്ചാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 10-18 ദിവസം കാലം കഴിഞ്ഞാൽ ആദ്യത്തെ കറവേന്ന് ആ കറന്ന പാലിൽ നിന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പാത്രം കൊണ്ടുവച്ച് ആ പാത്രം പിന്നീട് വീട്ടിൽ വരെ കയറ്റൂല. അത് നേരെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ നിന്ന് യാതൊരു ഇതും ഇല്ലാതെ കുക്കിംഗ് പ്രോഗ്രാം പോലെയുള്ള ഒരു പ്രോഗ്രാം നടത്തിയിട്ട് പായസം വെച്ചിട്ട് ഇവർ പറയുകയാണ് എൻ്റെ മൂന്നാമത്തെ മകന് വേണ്ടി കൊണ്ടു കൊടുക്കുന്നതാണ്, എൻ്റെ കണ്ണന് വേണ്ടി കൊണ്ടു കൊടുക്കുന്നതാണെന്ന്. എന്തൊരു അവസ്ഥയാണ്! അയ്യോ, കഷ്ടം തന്നെയായിരുന്നു കേട്ടാ. അതായത് പിന്നെ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കേസോ എന്തെങ്കിലും ആവുക. ആ കേസായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് മീഡിയൻ്റെ ഇത് കിട്ടുമല്ലോ. കുറേ നാളായി വലിയ വെപ്രാളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അതുമാത്രവുമല്ല, കുറച്ചു കാലം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ അസുഖമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടപ്പോഴെന്ന് പറഞ്ഞാൽ അതങ്ങ് കത്തി കയറിയിരുന്നു. അതുപോലെ എങ്ങാനും ഒന്ന് കത്തി കയറട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ വേറെയൊന്നുമല്ല. ജനങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണാതെ ഒഴിവാക്കുന്നതിൻ്റെ ദേഷ്യം ഇങ്ങനെ അങ്ങ് തീർക്കുകയാണ്. പിന്നെ വേറെ ഒരു കാര്യം, ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ആളാക്കിയത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ തന്നെയാണ്, ഈ ഗുരുവായൂരിലുള്ള ആൾക്കാർ തന്നെയാണ്. അവിടെ വരുന്ന ഭക്തരെ കാട്ടിയും പ്രാധാന്യം ഇവർക്കാണ് കൊടുക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയുള്ള ചില ആൾക്കാർ, അതായത് ചില ടീമുകൾ ഇവരെ എന്തോ വലിയൊരു സംഭവമായി കാണുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അങ്ങ് വലിച്ചു കൊമ്പത്തേക്ക് കൊണ്ടുപോവുകയും അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. അവസാനം എന്ന് പറഞ്ഞാൽ കോടതി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഈ സ്ത്രീ ഓടിച്ചതാണ്. എന്നിട്ടും അവിടെ ഇന്ന് റീലൊന്നും എടുത്തിട്ട് കണ്ടില്ല കേട്ടാ. എന്താണെന്നറിയില്ല. ഇത് നടക്ക് വെക്കുന്നതിനെ പറഞ്ഞാൽ പോയിന്. പക്ഷേ നടക്ക് വെക്കുന്നൊന്നും കാണിച്ചില്ല. അതും കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നേനെ. അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അതൊരു ഡ്രാമയായിട്ട് എന്താ പറയേണ്ടത്, ഒരു ഡ്രാമയായിട്ട് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണ് ഇത്. പിന്നെ വേറൊരു കാര്യമോ, ഇവർ പറയുന്നത് പോലെ ഇവർ വലിയ ഭക്തിയാണെങ്കിൽ ഇങ്ങനെയൊരു മണ്ടത്തരം ഇവർ ചെയ്യോ? ഒരിക്കലും ചെയ്യത്തില്ല. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ ഇടയിലൂടെ വരുന്ന തെറിവിളികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൂടെ വരുന്ന കിട്ടാവുന്ന കുറച്ച് ഹേറ്റ് കമൻറ്റും കുറച്ച് ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ജസ്ന സലീം ഒരു 2-3 ദിവസം എയറിൽ നിൽക്കും. അത് തന്നെയാണ് ഇവർക്ക് വേണ്ടത്. അല്ലാതെ ഇവർക്ക് വേറെയൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു എന്താ പറയേണ്ടത്, ഒരു വിശ്വാസികളെ വളരെയധികം വിഷമപ്പെടുത്തുന്ന കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ദേവസ്വം ബോർഡുകളും മറ്റേതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ പോലും ഇതിനെ കൂട്ടു നിൽക്കരുത്. ഇങ്ങനെയുള്ള പ്രകസനവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതെന്ന് പറയുന്നത് അമ്പലത്തെ തന്നെ ബാധിക്കുമെന്നുള്ള തരത്തിൽ തന്നെ അവരോട് പറയണം. അതായത് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ വേണ്ട. അപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വീട്ടിൽ നിന്നും കൊണ്ടുപോയ പായസം നിവേദിക്കുന്നത് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയും വർഷമായിട്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നിവേദ്യം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അല്ലാതെ വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകില്ല. അതൊരിക്കലും കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ
ഏത് അർത്ഥത്തിലാണ് പോയിട്ട് ഞാനിത് കണ്ണന് കൊടുക്കുകയാണ്, എൻ്റെ മൂന്നാമത്തെ മോന് കൊടുക്കുകയാണ്. അയ്യോ ഞാൻ വൈകുന്നേരം എണീറ്റും എൽമാപ്പാലയെ കിട്ടിയിട്ടില്ല എനിക്ക്, ഞാനിത് കൊടുക്കുകയാണ്. എന്തൊരു പ്രഹസനാണ്. അപ്പൊ ഇവരുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് എന്താ പറയുക, കുറെ നാളായിട്ട് ഗുരുവായൂർ പോയിട്ട് വലിയ മെച്ചമൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞൊന്ന് ഞാനിവിടെ ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ്, ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരെ വളർത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഇപ്പോഴും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നതും സംഖ്യകൾ തന്നെയാണ്. അതായത് ഇപ്പോൾ കണ്ണൂരെങ്ങാനുള്ള ഒരു ഇവരെ ഒരു ഇതുണ്ടല്ലോ, എന്നാ പാലക്കല ഇന്ന് ഭയങ്കരമായിട്ട് എടി നിന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ കാണിക്കണ്ടെങ്കിൽ അവരെ നല്ലവരാകണ്ടേ? ബായി എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. എന്നിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ തമ്മിത്തല്ലാണ്. അതായത് ഇവിടെ ഇപ്പോഴും എന്താ പറയുക, സുരേഷ് ഗോപിയുടെ പേരും അതുപോലെ തന്നെ കുറെ നേതാക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ഈ രണ്ട് കൂട്ടരും അടി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് പ്രഹസനം മടങ്ങും കാണിച്ചോ, നിങ്ങൾ എന്ത് രാഷ്ട്രീയം മടങ്ങും ചെയ്തോ, പക്ഷെ ഗുരുവായൂർ അമ്പലം വിട്ടുപിടിക്കേ. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്ന് തൊഴുത് മാന്യമായിട്ട് പോകാലോ. നിങ്ങൾ ഗുരുവായൂർ പോകുന്നുണ്ട്, ഞാൻ ഗുരുവായൂരേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ ആ ഒരു വിശ്വാസ വികാരത്തെ നിങ്ങൾ ഇത്രമാത്രം ഓർക്കാതെ പലതും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആരെ പറ്റിക്കാനാണ്? ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രങ്ങളൊക്കെ വാങ്ങിച്ചത് മുഴുവൻ നമുക്ക് എല്ലാവർക്കും അറിയാം സംഖ്യകൾ തന്നെയാണ്, വേറെ ആരുമല്ല. അതായത് ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ഇത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ചിത്രങ്ങൾ വാങ്ങിച്ച് ആ ചിത്രങ്ങൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് ദൈവം ഇരിക്കുന്നതെല്ലാം പറഞ്ഞു. പിന്നീട് കുറേ ആൾക്കാർക്ക് മനസ്സിലായി ഇത് വെറും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വെളിയിലിട്ട ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഏതായാലും ഇവർ ഈ ഒരു ഇതിൽ, അതായത് ഈ ഒരു ചിത്രം വരച്ചു എന്നുള്ള രീതിയിൽ ഇവർ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള ചില സംഗിണി ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞ് ഇവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതാണ് അതെന്തുകൊണ്ടാണ്? അതായത് ഇവരോടുള്ള പിന്നെ ഇവർ ഈ ചിത്രം വരച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാരണം, പിന്നെ ഞങ്ങളെ വിറ്റിട്ടാണ്, ഞങ്ങളുടെ പൈസയാണ്, ഞങ്ങളെ വിറ്റാണ് ഈ സ്ത്രീ ജീവിക്കുന്നത് എന്ന് അവർക്കും മനസ്സിലായി. അത് തന്നെയാണ്, വേറെയൊന്നുമല്ല. അതായത് സ്ത്രീകൾക്കൊക്കെ മനസ്സിലായി, എടാ ഞങ്ങളുടെ പൈസേനെ കൊണ്ട് ഇവള് വലിയ കാർ എടുക്കുന്നു, ഇവള് വലിയ വീടെടുക്കുന്നു, എന്തിനാ നമ്മളിവളെ സഹായിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് യസ്ന സലീമിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന പണി കിട്ടാൻ തുടങ്ങിയത്. ഏതായാലും ഈ ഒരു കാര്യം അവരൊക്കെ പറയുന്നത് വെച്ചാൽ കംപ്ലൈൻറ്റ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിലൊന്നും വല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവര് അത് ആ ഒരു പായസം അവിടെ നടക്ക് സമർപ്പിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി നിങ്ങളെ ഏതെങ്കിലും വീഡിയോയിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനത് കണ്ടിട്ടില്ല. ഞാൻ കണ്ട വീഡിയോസിൽ എന്ന് പറഞ്ഞ് ഇനി ഇവർ മുഖ്യതാണോ അറിയില്ല കേട്ടോ, ആ ഒരു ഭാഗം, ആ ഒരു പോർഷൻ മുഖ്യതാണോ എന്നറിയില്ല. കാരണം അങ്ങനെയാണല്ലോ, തെറ്റായി തോന്നിയെന്ന് കഴിഞ്ഞാൽ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ മുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ മുഖ്യതാണോ എന്നറിയില്ല. കാരണം മുക്കിക്കഴിഞ്ഞതിന് ശേഷമാണോ ഞാനിത് കണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇതൊരു വലിയ പ്രശ്നമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ജസ്ന സലീം പുതിയൊരു പുലിവാല് പിടിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. നന്ദി, നമസ്കാരം.